ഇതെന്നെ ഇന്ന് ക്യാറ്റൊക്കെ അടിച്ചോണ്ടിരിക്കുന്നു ഓർത്തോണ്ടിരിക്കുക. സോ എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യു മല്ലു വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വെൽക്കം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണേ, നമ്മള് എല്ലാവരും തന്നെ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുന്നവരായിരിക്കാം, ചിപ്സ് കഴിക്കുന്നവരായിരിക്കാം, കൊക്കോള കുടിക്കുന്നവരായിരിക്കാം. അങ്ങനെ കുറേ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്ന രീതിയിൽ ഫുഡ് ഫോളോ ചെയ്യുന്നവരായിരിക്കാം അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ, ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഐസ്ക്രീമുകൾ, കൊക്കക്കോള, അത് സീറോ ഷുഗറാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്തിരുന്നത്. പിന്നെ ചിപ്സ്, പ്രിങ്കിൾസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പം കുറേ ഷുഗറിൻ്റെ കൃഷി വന്നുകൊണ്ട് ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കണം. ഒരു പരിപാടിയില്ല. അപ്പം ഇതിലേക്കൊക്കെയാണ് മോസ്റ്റ്ലി പോകുന്നത്. സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന അങ്ങനത്തെ ചിപ്സ് കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി, കൊക്കക്കോള പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതുപോലെ തന്നെ ചിപ്സുകൾ, പ്രിങ്കിൾസ്, ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ക്യാരറ്റ് കഴിക്കുക, ആപ്പിൾ കഴിക്കുക, കുക്കുമ്പർ കഴിക്കുക, ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. ചെറുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഷുഗറൊക്കെ നമുക്ക് കുറേ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫ് കുറച്ചും കൂടെ എന്താ പറയുക ആക്റ്റീവായിരിക്കും അല്ലേ. അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ അതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് വെജിറ്റബിൾസിൽ നമ്മൾ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്, ചിപ്സ് ഐറ്റംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ഒക്കെ എടുത്തിട്ട് പോകാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ ഈ ചിപ്സ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്, പ്രിങ്കിൾസ് ആണ് മോസ്റ്റ് എടുത്തുകൊണ്ട് പോയിരുന്നത്. അപ്പം അതിന് പകരം ഇപ്പം നമ്മുടെ ഈ സാധനവും പിന്നെ കുക്കുമ്പർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് പിടിച്ച് മുന്തിരിങ്ങ, ആപ്പിൾ അങ്ങനെയുള്ള കട്ടി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ വീട്ടിലായിരുന്ന സമയത്തൊക്കെ ഒരുപാട് സ്മൂത്തീസ്, പ്രത്യേകിച്ച് ജിമ്മ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സ്മൂത്തീസ്, പ്രോട്ടീൻ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഷുഗർ ഒരു ബോർഡർ ലൈനിലേക്ക് വരികയും ചില സമയത്ത് ഷുഗർ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം മാറ്റിയപ്പോൾ ഷുഗർ പാടെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഒട്ടും ഷുഗർ കഴിക്കുന്നില്ല. ഷുഗർ പഞ്ചസാര ഫോമിലല്ലാതെ തന്നെ വരുന്ന ഷുഗറുകളും കുറേയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഇതുപോലുള്ള സ്വീറ്റ്നേഴ്സാണ്. ആക്ച്വലി നമുക്ക് എന്താ മധുരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്വീറ്റ്നേഴ്സാണ് നമ്മൾ ചായക്ക് അല്ലെങ്കിൽ എന്തുണ്ടാക്കുക എന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെയുള്ള സ്വീറ്റ്നേഴ്സ്, മധുരം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വീറ്റ്നേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ്റെ കാര്യങ്ങളും നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടതും ഒക്കെ പ്രാധാന്യമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ജിമ്മൊക്കെ അടിക്കുന്നവർക്കൊക്കെ എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കും. അപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, ഈ നടത്തം, ഓട്ടം അല്ലെന്നുണ്ടെങ്കിൽ ജിം അടിക്കുക, അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഇപ്പം നമ്മൾ കാണിക്കാം. ഇതാണ് ഞാൻ ആദ്യം കഴിച്ചുകൊണ്ടിരുന്ന പ്രോട്ടീൻ. ആക്ച്വലി ഇത് നല്ലൊരു എമൗണ്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇതിനകത്ത് അപ്പൊടി ഷുഗറാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷുഗർ കണ്ടന്റിന്റെ ജാസ്തിയുണ്ട്. ഞാനിത് കഴിച്ചിട്ടും കൂടെ പോലില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ മേടിച്ചു എന്നല്ലാതെ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പം ഇതൊന്നും മേടിച്ച് നമ്മൾ കഴിക്കണേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി വൈ പ്രോട്ടീൻ്റെ നമ്മുടെ ഒരു വേറെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി. ഇത് ലോ ഫാറ്റ് ആണ്, ഷുഗർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സപ്പോർട്ട് ലീൻ ആൻഡ് ഹെൽത്തി ഡയറ്റ് ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് വണ്ണോ കാര്യങ്ങളൊന്നും വെക്കത്തില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ ബോഡീനെയൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണിത്. ഓണോപ്റ്റിമ ന്യൂട്രീഷൻ്റെ ഒരു പ്രൊഡക്റ്റാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈ പ്രോട്ടീൻസിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 17 ഗ്രാം ഹൈ പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ 91 കാലറീസ്, 1.9 ഗ്രാം ഫാറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. 15 സെർവിങ്സ് നമുക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം അത് നമ്മളിപ്പം നമ്മൾ ഒരുപാടും കഴിക്കുന്നൊന്നുമില്ല ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ നല്ല ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു ദിവസം കഴിച്ച് പോകുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻസ്, ആഴൽ വൈറ്റമിൻസും മിനറൽസ് ആൻഡ് സ്വീറ്റ്നേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് സ്വീറ്റ്നേഴ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ഷുഗർ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ ഈ ഒരു ഓപ്റ്റിമ ന്യൂട്രീഷൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വേ പ്രോട്ടീൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി, UK-യുടെ പ്രൊഡക്റ്റാണ് ഇത്. പക്ഷെ നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഓഫ്കോഴ്സ് ഐ പേഴ്സണലി പ്രിഫർ ആക്ച്വലി ദിസ്. ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടാകുമ്പോൾ വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനത്തെ ഈ വലിയ പ്രോട്ടീൻ പൗഡർ കഴിക്കണേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ള വേ പ്രോട്ടീൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. ഒപ്റ്റിമൽ ന്യൂട്രീഷൻ ഓൺ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് UK പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. ഒത്തൻറ്റിക് ഒപ്റ്റിമം ന്യൂട്രീഷൻ പ്രോഡക്റ്റ് എന്നാണ് അതിനകത്ത് കമ്പനി നെയിമൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഈ നമ്മുടെ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ നല്ല ഓൾട്ടർനേറ്റീവ്സുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ഇപ്പം പറഞ്ഞ പോലെ ക്യാരറ്റ്സ് അങ്ങനെയുള്ള ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് പഴങ്ങളൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിരിക്കും. നാച്ചുറൽ ഷുഗർ ആണല്ലോ അതെല്ലാം. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ശരി, ബൈ.